തെരുവുനായ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും പിടികൂടുന്ന നായകളെ അവിടെ തന്നെ വീണ്ടും തുറന്നുവിട്ടാൽ എങ്ങനെ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും മൃഗസ്നേഹികളോട് കോടതി. അക്രമകാരികളായ നായ്ക്കളെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന് നായകടിയേറ്റ് മരിച്ച പത്തനംതിട്ട സ്വദേശി അഭിരാമിയുടെ അമ്മ ആവശ്യപ്പെട്ടു. നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. നായ ആക്രമണം മാത്രമല്ല, നായ്ക്കൾ കാരണമായുണ്ടാകുന്ന അപകടങ്ങളും ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ തടയുന്നതിനായുള്ള നടപടികൾ ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചു വരുന്നു എന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. വന്ധീകരണം നടന്നതിലൂടെ നായ്ക്കളുടെ എണ്ണം കുറയാൻ കഴിയുമെന്ന് നായസ്നേഹികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയായി എടുത്ത കേസിലായിരുന്നു വാദം. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, പഞ്ചാബ് സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മൃഗങ്ങൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള ദുർബല പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനിമൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർദ്ദേശിക്കുന്നത് ആദ്യം ആൺനായ്ക്കളെ വന്ധീകരണം നടത്തണം എന്നതാണെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു. പത്തനംതിട്ടയിലെ തെരുവുനായ ആക്രമണം ഹർജിക്കാരൻ പരാമർശിച്ചു. ആക്രമണകാരികളായ നായകളെയും പേവിഷബാധയുള്ള നായ്ക്കളെയും തെരുവുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മുൻകാല കോടതി വിധികളുണ്ട് എന്ന് അഭിരാമിയുടെ അമ്മയ്ക്കായി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. രാജ്യത്തെ നായ്ക്കളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കില്ല എന്നാണ് നായസ്നേഹികളുടെ വാദം. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ തെരുവുനായ ആക്രമണം തടയുമെന്നാണ്. കൃഷിയിടങ്ങളിൽ സംരക്ഷിക്കാൻ നായകളെ ഉപയോഗിക്കുക എന്നും നായസ്നേഹികൾ കോടതിയിൽ വാദിച്ചു. CSVR മാതൃക ഏർപ്പെടുത്തണമെന്നും നായസ്നേഹികൾക്ക് വേണ്ടി കപിൽ സിബൽ